ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. 7 ദിവസം നീണ്ടു നിൽക്കുന്ന അണ്ടല്ലൂർ കാവ് ഉത്സവത്തിന് കൊടിയേറി. രാവിലെ മുരിങ്ങോളി കുഞ്ഞിരാമൻ ആശാരിയുടെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടന്നു. ക്ഷേത്ര ഊരാളന്മാരും നാട്ടുകാരുടെയും സാന്നിധ്യത്തിലാണ് കൊടിയേറ്റം നടന്നത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് കൊടിയേറ്റം. പുലർച്ചെ 2 മണിക്ക് ചക്ക ഒത്തു ചടങ്ങ് നടന്നു. ശനിയാഴ്ച രാത്രി 11 മണിക്ക് കുടവരവ് നടക്കും. ഉത്സവത്തിന്റെ 3-ാം ദിനം ശനിയാഴ്ച രാത്രി 11 മണിക്ക് കുടവരവ് നടക്കും. ഓലക്കുട ക്ഷേത്രത്തിൽ എത്തുന്നതോടെ തെയ്യാട്ടങ്ങൾക്ക് തുടക്കമാകും. പുലർച്ചെ മുതൽ സീതയും മക്കളും കെട്ടിയാടും. ഉത്സവകാലത്ത് ഗ്രാമവാസികൾ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് വ്രതനിഷ്ഠരാണ്. ഇനിയുള്ള നാൾ ക്ഷേത്രാങ്കണം യുദ്ധഭൂമിയാകും. ക്ഷേത്രമുറ്റത്ത് ബാലി സുഗ്രീവ യുദ്ധം നടക്കും. മെയ്യാലുകൂടൽ എന്നിവയും നടക്കും. പൊന്മുടി അണിഞ്ഞ് ദൈവത്തറെത്തും. സഹചാരികളായ അംഗക്കാരൻ ലക്ഷ്മണൻ, ബപ്പൂരൻ എന്നിവരും തിരുമുടി അണിഞ്ഞെത്തും. താഴേക്കാവിലേക്ക് എഴുന്നള്ളത്ത് നടക്കും. താഴേക്കാവിൽ രാമായണത്തിലെ വിവിധ സന്ദർഭങ്ങളെ ആസ്പദമാക്കിയുള്ള തെയ്യാട്ടങ്ങൾ നടക്കും. 19 വരെ തെയ്യാട്ടങ്ങൾ ആവർത്തിക്കും. 20-ന് തിരുവാഭരണം അറയിൽ സൂക്ഷിക്കുന്ന ചടങ്ങോടെ ഉത്സവം സമാപിക്കും. പ്രധാന ഉത്സവ ദിനങ്ങളിൽ ധർമ്മടം, പാലയാട്, അണ്ടല്ലൂർ ദേശക്കാരുടെയും ക്ഷേത്ര കമ്മിറ്റിയുടെയും വക കരിമരുന്ന് പ്രയോഗവും ഉണ്ടാകും. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.